അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അള്ളാഹുവിൻ്റെ റസൂലും ബഹുമാന്യരായ സഹാബാക്കളും ദീനിൻ്റെ പ്രചരണാർത്ഥം അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നമ്മെ പോലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പ്രയാസകരമാണ്. ചരിത്രഗ്രന്ഥങ്ങൾ അത്തരം സംഭവങ്ങളാൽ നിറഞ്ഞതാണ്. അവകളെ പിൻപറ്റി പ്രവർത്തിക്കാൻ നാം കടമപ്പെട്ടവരാണ്. എന്നാൽ അവ പഠിച്ച് മനസ്സിലാക്കാൻ പോലും ഇന്ന് നാം പ്രയാസപ്പെടുന്നില്ല. ബഹുമാന്യരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷം മക്കയിൽ 9 വർഷം വരെ ദീനിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും ജനങ്ങളുടെ സന്മാർഗത്തിനും സംസ്കരണത്തിനും വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മുസ്ലിങ്ങളായി തീർന്ന ചുരുക്കം ചിലരും മുസ്ലിങ്ങളാകാതിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പലരും ഒഴികെ മക്കയിലുണ്ടായിരുന്ന ഭൂരിപക്ഷം കാഫിര്യങ്ങളും തങ്ങളെയും സഹാബാക്കളെയും അതികഠിനമായി ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉപദ്രവിക്കാൻ കഴിയുന്ന ഒരു രീതിയും അവർ വിട്ടുകളഞ്ഞില്ല. മുസ്ലിമീങ്ങളാകാതിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാനാവിധത്തിൽ സഹായിച്ചു കൊണ്ടിരുന്ന സഹൃദയരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബൂ ത്വാലിബ്. നുബുവത്തിൻ്റെ 10-ാം വർഷം അബൂ ത്വാലിബ് മരണപ്പെട്ടതോടുകൂടി പരസ്യമായി തന്നെ ഇസ്ലാമിൽ നിന്നും ജനങ്ങളെ തടയുവാനും മുസ്ലിങ്ങളെ പലവിധത്തിലും ഉപദ്രവിക്കാനും ശത്രുക്കൾക്ക് കൂടുതൽ സന്ദർഭം കിട്ടുകയാണ്. അന്ന് തായിഫിലുണ്ടായിരുന്ന ഒരു പ്രബല ഗോത്രമായിരുന്നു ബനു സഖീഫ്. അവർ മുസ്ലിങ്ങളാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്ക് രക്ഷ കിട്ടുകയും ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് കൂടുതൽ സൗകര്യം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ആശ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ ഉന്നത നേതാക്കളായി അറിയപ്പെടുന്ന 3 പേരെ ചെന്ന് കാണുകയും അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനായ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സത്യദീനിനെ അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അറബികളുടെ ആചാരമനുസരിച്ച് ഒരു അതിഥിയോട് പെരുമാറേണ്ട സാധാരണ മര്യാദ പോലും കാണിക്കാതെ അവർ വളരെ മോശമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറുകയാണ്. അവർ തങ്ങളെവിടെ താമസിക്കുവാൻ പോലും അനുവദിച്ചില്ല. മാന്യന്മാരെന്നും സംസ്കാരമുള്ളവരെന്നും വിചാരിക്കപ്പെട്ടിരുന്ന നേതാക്കന്മാരിൽ ഒരാൾ, ഓഹോ, താങ്കളെയാണോ അള്ളാഹു നബിയാക്കി അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി. രണ്ടാമത്തെ ആൾ, നിങ്ങളല്ലാതെ റസൂലാക്കി അയക്കുന്നതിന് അള്ളാഹുവിന് മറ്റാരെയും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ താങ്കളോട് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് നിഷേധിക്കുന്നത് ആപത്തിന് കാരണമാണ്. അസത്യമാണെങ്കിൽ അപ്രകാരം പറയുന്ന മനുഷ്യനോട് സംസാരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്ഥിരചിത്തതയോടെ മനോധൈര്യത്തിൻ്റെയും പർവ്വതമായിരുന്ന അള്ളാഹുവിൻ്റെ റസൂല് ഈ നേതാക്കന്മാരുമായി സംസാരിച്ചത് കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ പൊതുജനങ്ങളുമായി സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. അവർ ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ നാട്ടിൽ നിന്നും ഉടൻ തന്നെ പുറപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളണമെന്ന് തങ്ങളോട് പറയുകയും ചെയ്തു. അവരും
അത് സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്നും മടങ്ങുന്നതിനായി ഉദ്ദേശിച്ചപ്പോൾ ആ ജനങ്ങൾ തെരുവ് പിള്ളേരെ തങ്ങളുടെ പിന്നാലെ പറഞ്ഞയച്ച് അവർ കൂകി വിളിച്ച് ആക്ഷേപിക്കുകയും നാനാഭാഗത്തു നിന്നും തങ്ങളെ കല്ലുകൊണ്ട് എറിയുകയും ചെയ്തു. ഏറുകൊണ്ട് രക്തം ഒഴുകുന്ന സമയത്ത് തങ്ങളുടെ ചെരിപ്പുകൾ രക്തവർണ്ണമായി തീരുകയാണ്. ഈ അവസ്ഥയിൽ അവിടെ നിന്നും മടങ്ങി ആ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവായി ഒരു സ്ഥലത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ കഴിവുകേടിനെക്കുറിച്ചും എൻ്റെ തന്ത്രക്കുറവിനെക്കുറിച്ചും ജനങ്ങളുടെ അടുക്കൽ ഞാൻ താഴ്ന്നവനായി പോകുന്നതിനെക്കുറിച്ചും നിന്നോട് ഞാൻ പരാതിപ്പെടുന്നു. കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനെ, നീ കഴിവുകെട്ടവരുടെ സംരക്ഷകനാണ്, നീ എൻ്റെ റബ്ബാണ്. നീ എന്നെ ആരിലേക്കാണ് ഏൽപ്പിച്ചു വിടുന്നത്? എന്നോട് മുഖം ചുളിച്ച് വെറുപ്പ് കാണിക്കുന്ന അന്യനിലേക്കാണോ, അതല്ല എൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ശത്രുവിലേക്കാണോ? നിനക്ക് എൻ്റെ നേരെ ഒരു കോപവുമില്ലെങ്കിൽ ഞാൻ ഇതൊന്നും വകവെക്കുന്നില്ല. എന്നാൽ നിന്റെ സംരക്ഷണം എനിക്ക് മതിയായതാണ്. എല്ലാ അന്ധകാരങ്ങളും നീങ്ങി പ്രകാശമുണ്ടാകുന്നതിനും ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നന്നാകുന്നതിനും കാരണമായ നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ പേരിലെ നിന്റെ കോപം എന്നിലുണ്ടാകുന്നതിനെ തൊട്ട് ഞാൻ അഭയം തേടുന്നു. എന്നാൽ പൂർണ്ണമായി നീ സംതൃപ്തനാകുന്നത് വരെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നത് എൻ്റെ കടമയാണ്. നിന്റെ സഹായം കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ഇത് രാജാതിരാജനായ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഉടൻ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, തങ്ങൾ ആ ജനങ്ങളോട് നടത്തിയ സംഭാഷണവും അവർ തങ്ങൾക്ക് നൽകിയ മറുപടിയും അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതാ മലക്കുകളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കിനെ തങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ആ മലക്കിനോട് കൽപ്പിക്കണം. ഉടൻ തന്നെ ആ മലക്ക് മുന്നോട്ട് വന്ന് സലാം ചൊല്ലുന്നു, തങ്ങളുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാനിതാ സന്നദ്ധനാണ്. ഈ രണ്ട് മലകളെയും തമ്മിൽ ചേർത്ത് അതിനിടയിലിട്ട് അവരെയെല്ലാം ഞെരുക്കിക്കൊല്ലാനാണ് കൽപ്പനയെങ്കിൽ അപ്രകാരം ചെയ്യാം. അതല്ല മറ്റേതെങ്കിലും ശിക്ഷയാണ് നൽകേണ്ടതെങ്കിൽ അതും ചെയ്യാം എന്ന് പറയുകയും ചെയ്തപ്പോൾ കരുണാനിധിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ. ഈ ജനങ്ങൾ അറിവില്ലാത്തവരാണ്. ഇവരാരും മുസ്ലിങ്ങളായിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ സന്താന പരമ്പരകളിൽ നിന്നെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെ അവൻ ആരാധിക്കുന്നവർ ഉണ്ടാകണമെന്ന് അള്ളാഹുവിനോട് ഞാൻ ആശിക്കുന്നു. ആ ഉദാരനിധിയായ റസൂലുള്ളാഹി കാണിച്ചു തന്ന സ്വഭാവം ഇതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ഇന്ന് അഭിമാനം കൊള്ളുന്നുവെങ്കിലേ സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ചീത്ത വാക്കുകളോ മറ്റാളുകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ജീവിതകാലം മുഴുവൻ വൈരാഗ്യത്തോടുകൂടി അതിന് പ്രതികാരം വീട്ടാനായി ഒരുമ്പെടുന്നു നമ്മൾ. അക്രമത്തിൻ്റെ മേൽ അക്രമം ചെയ്യാൻ തയ്യാറാകുന്നു നമ്മൾ. എന്നാൽ നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവരാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും കഠിനമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടും ഉപദ്രവിച്ചവരെ ശപിക്കുകയോ പ്രതികാരം ചെയ്യുന്നതിന് ഒരുമ്പെടുകയോ ചെയ്തില്ല. ഈ മാതൃക പിൻപറ്റാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.